ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് കരുതിട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ട് വരാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഡോണ്ടൻകിയുടെ ഈ ഒരു സൺസ്ക്രീൻ ആട്ടോ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് കണ്ണിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിൻ്റെ സൈഡിലായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വിങ് ഐ ലുക്കാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അതിന് മസ്കാര ഇട്ട് ഒരു പൊട്ടും തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ കണ്ണിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത അതേ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ആണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് ഷെയ്ഡ് വന്നിട്ട് ചെറിയ ബ്ലോസം. പക്ഷേ അത്യാവശ്യം തീർന്നിരിക്കുന്നുണ്ട്. എന്നെ ലിപ്സിലിട്ടിട്ട് അറിയണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഹെയർ ഒന്ന് അഴിച്ചിടാമെന്ന് കരുതി. അതുകൊണ്ട് ഞാൻ ഒരു പഫ് ഹെയർ സ്റ്റൈലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ രണ്ട് സൈഡിലോട്ട് ഹെയർ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ പഫ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. പിന്നെ കമ്മലിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ചെറിയ ക്ലിപ്പും കൂടി ഞാൻ ഹെയറിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹെയർ ഇടയ്ക്കിടയ്ക്ക് ലൂസ് ആവുന്നതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ. പിന്നെ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വെളിയിട്ടൊക്കെ പോകുമ്പോഴത്തേനും ഒന്ന് റെഡി ആവാനായിട്ട് ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചായ കുടിച്ച ശേഷം പിന്നെ ബീഫും ഉപ്മാവുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. എനിക്ക് അതിൻ്റെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കഴിച്ച് വയറ് നന്നായിട്ട് ഫുള്ളാക്കി. അപ്പം ഞാൻ ഇനി കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഞാൻ ആ ടിൻറ്റും ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടി ചേർത്തിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഗൈസ് ഇത്. ഞാൻ സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇനി എൻ്റെ ഫ്രണ്ട് വരും. അപ്പോൾ അവൾ വരുന്ന ബസ്സിന് ഞാൻ കയറണം. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കോളേജിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ മിസ്സ് ഒന്ന് പുറത്തോട്ട് പോയ സമയം നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അത് കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരി ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതാട്ടോ ഞാൻ ചിരിച്ചത്. പിന്നെ അവൾ വന്നപ്പോഴത്തേനും എനിക്ക് റംബൂട്ടാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. മിസ്സ് പോയ സമയം കൊണ്ട് ഞാൻ ഓരോന്നോരോന്നെടുത്ത് കഴിക്കാനും തുടങ്ങി. വെറുതെ ഇരിക്കുന്നതും മടുപ്പല്ലേ. അങ്ങനെ ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാനായിട്ടുള്ള അടുത്ത വണ്ടി കയറണം ഗൈസ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് കോമഡി അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇരുന്ന് ചിരിക്കുന്നത്. എൻ്റെ സ്റ്റോപ്പിലോട്ട് ഇവിടുന്ന് അധികം ദൂരമില്ല കേട്ടോ. പെട്ടെന്ന് എത്തും. അവിടുന്ന് കുറച്ചും കൂടെ പോയാൽ മതി അവൾക്ക്. അങ്ങനെ ഞാൻ സ്റ്റാൻഡിലെത്തിയപ്പോഴത്തേനും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് കുറച്ച് സാധനം വാങ്ങാനായിട്ട് അമ്മയുടെ കടയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേനും വീലൊക്കെ കൊണ്ട് ഫേസ് ആകെ അങ്ങ് ഡള്ളായിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായിട്ട് കാണാം ഗൈസ്. അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ചേട്ടൻ ക്രീം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം കേക്ക്. സ്വീറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ആദ്യം അത് തന്നെ ഇരുന്ന് പിന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് ആ ഒരൊറ്റ ഇരിപ്പിന് ഞാൻ ആ കേക്ക് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഒരു റംബൂട്ടാനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ തന്നതിൽ ചിലത് ചുമലയും ചിലത് മഞ്ഞയും അതുപോലെ നീളം പച്ച കളറ് വരുന്ന റംബൂട്ടാനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പച്ച കളറിന് ഒരു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പിന്നെ വേറൊരു കവറിലും കൂടെയാണ് അവൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അമ്മയോട് ഇതിൽ നിന്ന് കുറേ അച്ചാർ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചാറുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ആ ഒരു ജോലി എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഇതുവരെ ഈ റംബൂട്ടാൻ അച്ചാറിട്ട് കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ ഒരു തരം ത്വര എനിക്കും ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് ആ മഞ്ഞയും പച്ചയും കളറുള്ള റംബൂട്ടാൻ ഞാൻ അച്ചാറിനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത്. റംബൂട്ടാൻ അച്ചാർ ഇടുന്നതിൻ്റെ ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ ഈ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും അമ്മ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചായയായി. പിന്നെ ചായയും കൂടെ കുടിച്ചു. എനിക്കിനി കുറച്ച് നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സീരീസ് ഒക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.